എല്ലാവർക്കും നമസ്കാരം. ഈ വണ്ടിയൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ചില ദിവസങ്ങളുണ്ട്. എന്ന് വെച്ചാൽ എമർജൻസി ആയിട്ട് നമുക്കൊരു സ്ഥലത്ത് എത്തണം, അല്ലെങ്കിൽ ഒരു കാര്യം അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒരാളുമായിട്ട് മീറ്റപ്പ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് പോകുന്ന സമയത്ത് ഈ വണ്ടി അങ്ങ് നമുക്കിട്ട് പണി തരും. ആ അവസ്ഥയാണ് ഇന്ന് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പം ആശുപത്രിയിൽ പോകേണ്ട ഒരു പ്രത്യേക ഒരു എമർജൻസി ഉണ്ടായിരുന്നു. നമുക്ക് നേരത്തെ പോകണമായിരുന്നു, കേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നേരത്തെ പോകാനുള്ള പ്ലാനിൽ ഇറങ്ങിയതാണ്. വണ്ടി ഇറങ്ങി ഒരു കിലോമീറ്ററിനോളം വണ്ടി മൂവ് ചെയ്തു. അപ്പോഴാണ് കാണുന്നത് അതിൻ്റെ ടയർ പഞ്ചർ. ഇന്നലെ ഞാൻ കൊണ്ടിടുന്ന സമയത്ത് ഒരു കുഴപ്പമില്ലായിരുന്നു. രാവിലെ എന്തെങ്കിലും പറ്റിയെന്ന് അറിയത്തില്ല. നമ്മൾ ഈ വരുന്ന വഴി എന്ന് വെച്ചാൽ അല്പം ഗ്രാമപ്രദേശമാണ്. അപ്പോൾ നമ്മൾ ഈ ഇപ്പോഴത്തെ സർക്കാർ പറയുന്ന കണക്കുള്ള കണ്ണാടി കണക്കുള്ള റോഡൊന്നും ശരിക്കും ഗ്രാമപ്രദേശത്തില്ല. അവിടുത്തെ റോഡ് ഭയങ്കര മോശമാണ്. ഞാൻ പല സമയത്ത് ഞാൻ ആ വീഡിയോയും കാര്യം ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ ഒരു മൂന്നാമത്തെ ടയർ പഞ്ചറായിരിക്കും ആ വഴി പോകുമ്പോൾ അനുഭവപ്പെട്ടുള്ളത്. എന്തായാലും ആ വഴി പോകുമ്പോൾ തന്നെയാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അവിടെ ഭയങ്കര ഷാർപ്പായിട്ടുള്ള പാറക്കല്ലും പിന്നെ ഈ ഇരുമ്പിൻ്റെ സാധനങ്ങളൊക്കെ തറയിൽ കിടപ്പുണ്ട്. അപ്പം അങ്ങനെ എന്തോ പറ്റിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇന്നലെ കൊണ്ടിട്ട സമയത്ത് കുഴപ്പമില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു അതിന് ശേഷമായിരിക്കണം ഇങ്ങനെ ചെറിയ എന്താ പറയുക, വല്ല കല്ലോ എന്തെങ്കിലും കയറി ചെറുതായിട്ട് വല്ലതും പൊട്ടിക്കാണും. അതാണ് പയ്യെ കാറ്റ് പോയി. രാവിലെ ആയപ്പോഴാണ് ശരിക്കും ഞാൻ വണ്ടി എടുക്കുന്ന സമയത്താണ് ഞാൻ ശ്രദ്ധിച്ചത് തന്നെ. ഒരു പ്രത്യേക സൗണ്ട് കേൾക്കി ഒരു സൈഡ് കുറച്ചൊന്ന് താന്നിരിക്കുന്ന നോക്കിയപ്പോഴാണ് ഇങ്ങനെ ടയർ പഞ്ചറായെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ആ ടയർ മാറ്റുക, പുതിയ ഒരു എക്സ്ട്രാ ടയർ ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഫിറ്റ് ചെയ്യുക, എന്നിട്ട് പോവുക. ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. ഒരു ടയർ മാറ്റിയതാണ്. അപ്പോൾ ഇനിയിപ്പം വേറെ ഡ്രസ്സ് ഇട്ട് വേണം പോവാം. ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. മറ്റേതെടുത്ത് വണ്ടിക്കകത്തിട്ടേക്കാം.